നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനം. വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ് എന്നിവർ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളുടെ മെൻസ് ഹോസ്റ്റലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ നേരിടേണ്ടി വരുന്ന സാങ്കേതിക വിഷയങ്ങൾ വിശദമായി വിലയിരുത്തി അടിയന്തരമായി പരിഹരിച്ച് മുന്നോട്ടു പോകും. KSEB, PWD, ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള കിടങ്ങൂർ, മുത്തോലി, കൊഴുവനാൽ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വക മിനി മാസ്റ്റ് ലൈറ്റുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുണ്ടയ്ക്കൽ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ള കിടങ്ങൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് വക 200 മിനി മാസ്റ്റ് ലൈറ്റുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ 30 മിനി മാസ്റ്റ് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനാണ് 15 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. മിനി മാസ്റ്റ് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത്. മിനി മാസ്റ്റ് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുമ്പോൾ ചെലവിലത്തിൽ 30% കുറവുണ്ടാകും. നിരീക്ഷണ ക്യാമറയ്ക്കുള്ള പോസ്റ്റുകൾ, ആയതിന്റെ ഫൗണ്ടേഷൻ, വൈദ്യുതി കണക്ഷൻ എന്നിവ ആവശ്യമില്ല. മിനി മാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷനിൽ നിന്ന് തന്നെ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയും ലഭ്യമാക്കുന്നതാണ്. മിനി മാസ്റ്റ് ലൈറ്റുകളുടെ പ്രകാശത്തിന് കീഴിൽ ക്യാമറ സ്ഥാപിക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയും ലഭിക്കും. 5 MB ബുള്ളറ്റ് വെരിഫോക്കൽ മോഡൽ ക്യാമറകളാണ് പദ്ധതിക്കായി സ്ഥാപിക്കുന്നത്. ഒരു യൂണിറ്റിൽ 2 ക്യാമറകൾ സ്ഥാപിക്കും. കുടങ്ങൂർ, മുത്തോലി, കൊഴുവനാൽ പഞ്ചായത്തുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും 3 ഗ്രാമപഞ്ചായത്തുകളുടെയും പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരം ലഭിച്ചു. 1 മാസത്തിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കും. കിടങ്ങൂർ, മുത്തോലി, കൊഴുവനാൽ 3 പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന മിനിമാസ്റ്റ് ലൈറ്റുകളിലൂടെ CCTV ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ 3 പഞ്ചായത്ത് പ്രദേശത്ത് മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലും നമുക്കറിയാം കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടേ തള്ളുന്ന നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്ന പല കേന്ദ്രങ്ങളുമുണ്ട്. അതുപോലെ വാഹനങ്ങൾ ഇടിച്ചിട്ട് വാഹനങ്ങൾ നിർത്താതെ പോകുന്ന വാഹനങ്ങളുടെ വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളുടെ പല വിഷയങ്ങൾ നടക്കുമ്പോൾ നല്ല മോണിറ്ററിങ്ങോടുകൂടിയുള്ള CCTV സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നത് വലിയ കുറവാണ്. അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട റോഡുകളിൽ, സംസ്ഥാന ഹൈവേ ആയിട്ടുള്ള ഏറ്റുമാനൂർ പൂഞ്ഞാർ റോഡിലും കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിലും ഈ 3 പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട എല്ലാ PWD റോഡുകളിലും പ്രധാനപ്പെട്ട നിരത്തുകളിലുമാണ് ഈ മിനിമാസ്റ്റ് ലൈറ്റുകളിൽ CCTV സ്ഥാപിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മിനിമാസ്റ്റ് ലൈറ്റുകളിൽ CCTV എന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് ഉള്ളത് ഇതിൻ്റെ സാമ്പത്തിക ചെലവ് 30% കുറയും. കാരണം ഇതിനുവേണ്ടി പുതിയതായിട്ട് പോസ്റ്റ് സ്ഥാപിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മിനിമാസ്റ്റ് ലൈറ്റുകളുടെ പോസ്റ്റ് ഉണ്ട്. കറണ്ട് കണക്ഷൻ എടുക്കുമ്പോൾ ഏതാണ്ട് അതിന് സർവീസ് കണക്ഷൻ ചാർജ് ഉൾപ്പെടെ വരും ഒരു 10-15,000 രൂപയോളം വരും. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. നിലവിൽ ഓൾറെഡി ഇതിനുള്ള കണക്ഷൻ ഉണ്ട്. അതുപോലെ പോസ്റ്റിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കുകൾ ഉൾപ്പെടെയുള്ള ആവശ്യം വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ഈ മിനിമാസ്റ്റ് ലൈറ്റുകളിൽ തന്നെയുണ്ട്. സിനിമാ കോൺക്ലേവ് സമാപന ചടങ്ങിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കറുകച്ചാൽ അംബേദ്കർ സാംസ്കാരിക സമിതി. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന തികഞ്ഞ ജാതീയ മനോഭാവത്തിൽ നിന്നുള്ളതാണെന്നും സർക്കാർ പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കരുതെന്നും ചെയർമാൻ അഡ്വക്കേറ്റ് VR രാജു പറഞ്ഞു. അടൂരിനെ പോലെയുള്ളവർ കൂടുതൽ സാമൂഹ്യബോധത്തോടെ പെരുമാറണമെന്നും അംബേദ്കർ സാംസ്കാരിക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പട്ടികജാതിയിൽപ്പെടുന്ന സിനിമാ പ്രവർത്തകരെയും വനിതാ സിനിമാ പ്രവർത്തകരെയും അപഹസിക്കുക വഴി തൂത്തെറിയപ്പെട്ട വർണ്ണ വ്യവസ്ഥിതിയെ തിരികെ കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് ആധുനിക യുഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത്. പട്ടിക വിഭാഗക്കാർക്കും വനിതകൾക്കും മാത്രം പരിശീലനം എന്തിനാണ്? ഇവർ കഴിവില്ലാത്തവരാണെന്ന ബോധ്യത്തിൽ നിന്നാണ് അടൂരിൻ്റെ വാക്കുകൾ. മറ്റാർക്കുമില്ലാത്ത ഓഡിറ്റിംഗ് ഈ വിഭാഗങ്ങൾക്ക് മാത്രം എന്തിനാണ്? അവകാശപ്പെട്ട സഹായമാണ് സർക്കാർ നൽകുന്നത്. അത് ദയാവായ്പാണെന്ന മാനസിക നില മാറണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദളിത് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും അത് പിൻവലിക്കാതെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ ധാർഷ്ട്യം കേരള സമൂഹം അംഗീകരിക്കില്ലെന്ന് അംബേദ്കർ സാംസ്കാരിക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VR രാജു പറഞ്ഞു. പട്ടികജാതിക്കാരെയും വനിതകളെയും അവഹേളിച്ചുകൊണ്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന അത്യന്തം ഖേദകരമാണ്. വിശ്വവിഖ്യാതനായ ഒരു കലാകാരനിൽ നിന്ന് ഒരിക്കലും പൊതുസമൂഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള
വർഗീയ വിഷമാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ചത്. പട്ടികജാതി സിനിമാ കലാകാരന്മാരും വനിതാ സിനിമാ കലാകാരന്മാരും കഴിവില്ലാത്തവരാണെന്ന് പൊതുജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കിയത്. അപ്പോൾ അത്യന്തം ക്ലേശകരമായ മേഖലകളിലൂടെ കടന്നു വന്ന് ഈ ചെറിയ തുക കൊണ്ട് സിനിമ നിർമ്മിക്കുവാൻ വേണ്ടി സർക്കാർ നൽകുന്ന ആ പ്രോത്സാഹനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു പ്രകടനമാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിപാടിയിൽ മാത്രമല്ല, കോട്ടയത്ത് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായിരിക്കെ അദ്ദേഹം പട്ടികവർഗ കലാകാരന്മാരോട് വിദ്യാർത്ഥികളോട് കാണിച്ച ജാതീയമായ അവഹേളനം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വർഗീയ വിഷം വമിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കത്തക്ക രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എത്ര മഹാന്മാരാണെങ്കിലും സർക്കാരിൻ്റെ പൊതുപരിപാടികളിൽ ഭാവിയിൽ പങ്കെടുപ്പിക്കരുതെന്നുള്ളതാണ് കറുകച്ചാൽ അംബേദ്കർ സാംസ്കാരിക സമിതി ആവശ്യപ്പെടുന്നത്. ദളിതരും സ്ത്രീകളും സിനിമാ മേഖലയിൽ അവരുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണെന്നും അഡ്വക്കേറ്റ് VR രാജു പറഞ്ഞു. മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ്റെ നായിക എന്ന് പറയുന്നത് PK റോസി ഒരു ദലിത് വനിതയാണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. കാരണം മറ്റുള്ള സവർണരായിട്ടുള്ള മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ പോലും വനിതകളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഈ സിനിമാ മേഖലയിൽ കടന്നു വരാൻ തൻ്റെ ഇടം കാണിക്കാതിരുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഒരു കഥാപാത്രമായിട്ട് വന്ന റോസിയെ അടൂർ ഗോപാലകൃഷ്ണൻ മറന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രത്യേക പരിശീലനങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ നല്ല സിനിമകൾ എടുത്ത, ലോകോത്തര നിലവാരമുള്ള സിനിമകൾ എടുത്ത ഡോക്ടർ ബിജുവിനെ പല പ്രാവശ്യം ഈ അടൂര് പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അടൂർ ഗോപാലകൃഷ്ണൻ വിശ്വവിഖ്യാതനായ ഒരു കലാകാരനാണെങ്കിലും ഒരു കലാകാരനിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ നന്മയോ അല്ല അത് സമത്വമായിട്ടുള്ള ചിന്തകളോ അല്ല അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം എന്നും ഒരു ദലിത് വിരുദ്ധ നിലപാടും അതുപോലെ സ്ത്രീ വിരുദ്ധ നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പുഷ്പവതി എന്ന് പറയുന്ന കലാകാരിയെ, ഗായികയെ പരസ്യമായിട്ട് അവഹേളിക്കുവാൻ അദ്ദേഹം തയ്യാറായി. അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള ആളുകളും ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ള ആളുകളും അടൂരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെയൊക്കെ ഉള്ളിൽ ഇവർ സൂക്ഷിക്കുന്ന ദലിത് വിരുദ്ധ നിലപാട് തീർച്ചയായിട്ടും കലാകേരളത്തിന് അപമാനമാണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അംബേദ്കർ സാംസ്കാരിക സമിതി വൈസ് ചെയർമാൻ NK അശോകൻ, സെക്രട്ടറി TJ തങ്കപ്പൻ, ട്രഷറർ MG രാജു, VG മണി, സജി നത്തിലൂർ എന്നിവരും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മൊബൈൽ ഫോണുകളിലും വൈദ്യുത വാഹനങ്ങളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഉപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ അപകടരഹിത ബാറ്ററികൾ കണ്ടുപിടിച്ചതിന് മലയാളി യുവാവിന് ദക്ഷിണ കൊറിയൻ സർക്കാരിന്റെ പേറ്റന്റ്. ലിഥിയം പോളിമർ ബാറ്ററികളാണ് ഇപ്പോൾ കൂടുതലായും വിപണിയിലുള്ളത്. ഇതിനു പകരം ബാറ്ററി കണ്ടുപിടിച്ചതിനാണ് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി സ്വദേശിയായ M ദീപുവിന് പേറ്റന്റ് ലഭിച്ചത്. ആസിഡ് ഉപയോഗിച്ചുള്ള ഇലക്ട്രോലൈറ്റുകൾ ദ്രവരൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ലിഥിയം പോളിമർ ബാറ്ററികളാണ് ഇപ്പോൾ കൂടുതലായും വിപണിയിലുള്ളത്. ഇതിനു പകരം പൂർണ്ണമായും വെള്ളത്തിൽ നിന്ന് വിഘടിപ്പിച്ച് എടുക്കുന്ന ഖരരൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകൾ ലിഥിയവുമായി യോജിപ്പിച്ച് നിർമ്മിക്കുന്ന ബാറ്ററി കണ്ടുപിടിച്ചതിനാണ് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി സ്വദേശിയായ M ദീപുവിന് പേറ്റന്റ് ലഭിച്ചത്. ലിഥിയം പോളിമർ ബാറ്ററികൾ ചൂട് കൂടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. ബാറ്ററിയുടെ ചൂടുകൂടി വാഹനങ്ങൾ കത്തിപ്പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദീപു നിർമ്മിച്ച ബാറ്ററിയിൽ വെള്ളത്തിൽ നിന്നുള്ള ഇലക്ട്രോലൈറ്റുകൾ ആയതിനാൽ ചൂടാകില്ല, പൊട്ടിത്തെറിക്കില്ല. പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാനും കഴിയും. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ലിഥിയം കപ്പാസിറ്ററായും ഉപയോഗിക്കാം. മറ്റ് ബാറ്ററികൾ പോലെ പുനരുപയോഗിക്കാമെന്നും നിർമ്മാണ ചെലവും താരതമ്യേന കുറവാണെന്നും ദീപു അവകാശപ്പെടുന്നു. എൻ്റെ പേര് ദീപു M. ഞാനിപ്പോൾ സൗത്ത് കൊറിയയിലെ ക്യുംബുക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ PhD ചെയ്യുകയാണ്. റീസെൻ്റ്ലി എനിക്ക് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഡെവലപ്പ് ചെയ്തതിൽ എനിക്ക് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പേറ്റൻറ്റ് ലഭിക്കുകയുണ്ടായി.
അപ്പം ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണമായിട്ട് നമ്മളിപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററിയിലാണെങ്കിലും ലിഥിയം അയൺ ബാറ്ററീസിലൊക്കെ ആണെങ്കിലും ഇലക്ട്രോലൈറ്റ്സ് ഉപയോഗിക്കും. ഇതെല്ലാം ഓർഗാനിക് സോൾവൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ പ്രകൃതിക്ക് ഒട്ടും തന്നെ നല്ലതല്ല, പക്ഷേ ബാറ്ററിക്ക് പെർഫോമൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മുമ്പിലെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓർഗാനിക് ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യാതെ തന്നെ പ്രകൃതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയൊരു ചലഞ്ചായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ. എന്നാൽ ഞങ്ങൾ ഇതിനകത്ത് ഇനോർഗാനിക് ഫില്ലേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് കൂട്ടി അതുപോലെ കംപ്ലീറ്റ്ലി വെള്ളത്തിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇതിലുള്ളത്. അതായത് ഈ ഇലക്ട്രോലൈറ്റ്സ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഒടുവിൽ വെള്ളമെല്ലാം ഡ്രൈ ചെയ്ത് കളഞ്ഞ് ഫുൾ ഹരാവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പേടി വേണ്ട. അപ്പം തികച്ചും മുഴുവനായിട്ടും വെള്ളത്തിൽ പ്രോസസ്സ് ചെയ്യാവുന്ന അതുപോലെ തന്നെ നോൺ ഹാലജനേറ്റഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് തന്നെയാണ്. ഇതിന് നല്ല ഹൈ പെർഫോമൻസ് ആണ്, നല്ല കപ്പാസിറ്റി റിറ്റൻഷനും അതുപോലെ തന്നെ അതുപോലത്തെ എല്ലാ ടെക്നിക്കൽ പ്രോപ്പർട്ടീസും ഉള്ളതാണ്. തീർച്ചയായിട്ടും ദീപുവിൻ്റെ ആ നേട്ടത്തിൽ അഭിനന്ദിക്കാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ദീപു കൊറിയയിലാണ്, സൗത്ത് കൊറിയയിലാണ്. യൂണിവേഴ്സിറ്റിയുടെ പേര് എനിക്കങ്ങ് വഴങ്ങുന്നില്ല. ഈ സൗത്ത് കൊറിയയിലെ യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന PhD വേണ്ടി. എനർജി മാനേജ്മെൻറ്റിലാണ് അദ്ദേഹം PhD ചെയ്യുന്നത്. ആ PhD ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഗവേഷണ നിരീക്ഷണങ്ങളിൽ കണ്ട ചില ലക്ഷണങ്ങളിൽ നിന്നാണ് ഇങ്ങനൊരു ആശയം ദീപുവിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ആ ആശയം എങ്ങനെ പ്രായോഗികവൽക്കരിക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ് ഇത്ര വലിയ ഒരു നേട്ടത്തിലേക്കും അത് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പേറ്റൻറ്റ് ലഭിച്ചതോടുകൂടി വേൾഡ് വൈഡായിട്ട് ആ ബാറ്ററികളിലെ ആ കണ്ടൻറ്റ് മാറ്റത്തിന് ഉള്ള ആ ഒരു ആധികാരികത ദീപുവിന് സ്വന്തമായിരിക്കുകയാണ്. പ്രൊഫസർ M. ക്യൂം കിമാണ് ഗൈഡ്. CMS കോളേജിൽ നിന്ന് MSc വിജയിച്ച ദീപു സൗത്ത് കൊറിയയിലെ ക്യുങ്ബുക് നാഷണൽ യൂണിവേഴ്സിറ്റി ഗവേഷണ വിദ്യാർത്ഥിയാണ്. കൂവപ്പള്ളി ഉഷത് ഭവനിൽ A. മുരുകദാസ്, T. ദീപ ദമ്പതികളുടെ മകനാണ്. ഭാര്യ ആർദ്ര. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് പിന്നിലെ അജണ്ടകൾ പലതാണെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ സംഘം ദേശീയ പ്രസിഡന്റും കൂടിയായ ആനി രാജ കോട്ടയം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്ത് തുടർച്ചയായ ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്നുണ്ട്. RSSന്റെ അപ്രഖ്യാപിത ഹിന്ദുരാഷ്ട്രം എന്ന അജണ്ട നടപ്പാക്കുക എന്നതാണ് ഒരു കാര്യം. ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ ചെറുപ്പക്കാർ പോലും ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നും ആനി രാജ മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആദ്യത്തെ ആക്രമണമല്ല. ഇത് വളരെ മുന്നേ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോഴും ഇതേപോലെ പല നൂറുകണക്കിന് കുടുംബങ്ങളെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുകയും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധത്തിൽ അവരെ ഒഴിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയുന്നതാണ്. അതുപോലെ തന്നെ ഇത് തുടരുകയാണ്. ആ രീതിയിൽ ഇത് നോക്കിയാൽ ഇപ്പം ഒരു 5-6 മാസം മുന്നേ ഒരു ക്രിസ്ത്യൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അവർ മതപരിവർത്തനം നടത്തുകയാണ് കുട്ടികളുടെ എന്ന് പറഞ്ഞ് അവരെ ജയിലിലടച്ച സംഭവം നമുക്കറിയാം. ഈ രീതിയിൽ തുടർച്ചയായി ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഛത്തീസ്ഗഡിൽ നടന്നു വരികയാണ്. എന്നാൽ അതേപോലെ ഛത്തീസ്ഗഡ് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന 10-12ഓളം സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അത് ഉത്തർപ്രദേശ് ആയിരുന്നാലും ശരി, അത് മധ്യപ്രദേശ് ആയിരുന്നാലും ശരി, അത് ഒറീസ ആയിരുന്നാലും, ഒറീസയിൽ പണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗ്രഹാം സ്റ്റെയിൻ മുതൽ ഇങ്ങോട്ടേക്ക് കന്തമംഗലടക്കമുള്ള വിഷയങ്ങൾ കണ്ടതാണ്. അപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായി അത് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇന്ന് രാജ്യം ഭരിക്കുന്നത് BJP ആണ് എങ്കിലും BJP നേതൃത്വത്തിലുള്ള NDA ആണെങ്കിലും അതിനെ നയിക്കുന്നത് RSS ആണ്. ആ RSSൻ്റെ പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമായ അജണ്ട എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ മതേതരമായ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി, ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള അജണ്ടയാണ്. ആ അജണ്ട ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ നടപ്പിലാക്കി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഈ രാജ്യത്താകമാനം രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര ആ മൂല്യങ്ങളെല്ലാം തന്നെ തകർത്തുകൊണ്ട് RSS അതിൻ്റെ
പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പാർട്ടികൾ മാത്രമല്ല, അത്തരത്തിലുള്ള സംഘടനകൾ, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, വ്യക്തികൾ, ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അത്തരത്തിലൊന്ന് സാധ്യമാകുകയുള്ളൂ. സാധ്യമാണ്. ആ രീതിയിൽ സത്യസന്ധമായി ഈ രാജ്യത്തിനോടും ഇതിൻ്റെ ഭരണഘടനയോടും ഇതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളോടും ആണ് ഏറ്റവും അധികം കൂറ് പുലർത്തിക്കൊണ്ട് ആ രീതിയിൽ ഒരുമിച്ച് വന്നാൽ, അത് പ്രഥമ പരിഗണനയായി എടുത്തുകൊണ്ട് വന്നാൽ ഈ RSS സംഘപരിവാർ നേതൃത്വം നൽകുന്ന BJP ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ തീർച്ചയായും സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അതിരമ്പുഴ MG സർവകലാശാലയ്ക്ക് സമീപത്ത് നിന്നും 1.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SP-യുടെ ലഹരി വിരുദ്ധ സേനയും ഗാന്ധിനഗർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ഒഡീഷ സ്വദേശി ദുഷ്മന്ത് നായികാണ് പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന്നെ വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ജ്യേഷ്ഠനൊപ്പം ചേർന്നാണ് ഇയാൾ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിക്ക് സമീപത്തെ പെട്രോൾ പമ്പിലെ തൊഴിലാളിയാണ് ദുഷ്മന്ത്. നാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ സുഹൃത്തുക്കൾക്ക് നൽകാനാണ് കഞ്ചാവ് എത്തിച്ചത്. 30,000 രൂപയ്ക്ക് കഞ്ചാവ് വിൽക്കാനായി സുഹൃത്തിനെ കാത്തു നിൽക്കുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സഹായമൊരുക്കാൻ ഇടുക്കി കളക്ടറേറ്റിൽ വോട്ടർ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അവസരമുണ്ട്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കരട് വോട്ടർ പട്ടിക എല്ലാവരും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. ജൂലൈ 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പേര് ചേർക്കുന്നതിനും പട്ടികയിൽ ഭേദഗതി വരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേരൊഴിവാക്കുന്നതിനും അപേക്ഷകൾ ഓഗസ്റ്റ് 7 വരെ നൽകാം. അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് 15 ദിവസത്തിനകം അപ്പീലും നൽകാം. മൂവാറ്റുപുഴ തേനി റോഡിൽ കല്ലൂർക്കാട് കോട്ടക്കവലയിൽ പിക്കപ്പ് വാനിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോട്ടക്കവല കുഴിക്കണ്ടത്തിൽ കാശിനാഥനാണ് മരിച്ചത്. 10 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6:30യോടെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോകുന്നതിനിടെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കല്ലൂർക്കാട് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പൈനാപ്പിൾ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ കാശിനാഥനെ ഇടിക്കുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിദ്യാർത്ഥിയെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മൂവാറ്റുപുഴയിൽ അജ്ഞാത വാഹനമിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. കടക്കാട് കുപ്പശ്ശേരി മോളത്ത് ജിതിൻ കെ മാധവാണ് മരിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മേക്കടമ്പിൽ രാത്രി 9 മണിയോടെയാണ് അപകടം നടന്നത്. ജിതിൻ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചിട്ട വാഹനം കടന്നുകളഞ്ഞു. നാട്ടുകാർ ഓടിയെത്തി ജിതിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിനു ശേഷം കടന്നുകളഞ്ഞതെന്ന് സംശയിക്കുന്ന പിക്കപ്പ് വാൻ കടാതി പള്ളിപ്പടിയിൽ നാട്ടുകാർ തടഞ്ഞു. തുടർന്ന് പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. ജിതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
വെള്ളൂരിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നതായി വ്യാപാരികൾ. വെള്ളൂർ പഞ്ചായത്തിന് സമീപമുള്ള കൃഷി ഓഫീസിന് മുൻപിലും സമീപമുള്ള കുടുംബശ്രീയുടെ വനിതാ ഹോട്ടൽ പരിസരത്തും സദാസമയം കൂട്ടത്തോടെ തെരുവ് നായ്ക്കളുണ്ട്. കൃഷി ഓഫീസിലേക്ക് വരുന്ന ആളുകളുടെ നേരെ പാഞ്ഞെടുക്കുകയാണ് നായ്ക്കൾ. ഒരു നായയുടെ വായിൽ നിന്നും നുരയും പതയും വരുന്നതായും കാണാം. റെയിൽവേ മേൽപ്പാലത്തിലും സ്ഥിതിയൊട്ടും മോശമല്ല. രാത്രികാലങ്ങളിലെ ട്രെയിൻ യാത്രക്കാർ മേൽപ്പാലത്തിലൂടെ കയറി വരുമ്പോൾ വെളിച്ചക്കുറവ് മൂലം 10ഓളം നായ്ക്കൾ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല എന്നും തലനാരി ഇഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെടുന്നുമെന്നാണ് പറയുന്നത്. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.